നമ്മളിവിടെ കൊല്ലക്കാർ പറയുന്ന ചാള കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി കിടക്കാഞ്ചി ഒരു മത്തിക്കറി ചാളക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ കാണുന്നതിന് മുമ്പ് എന്നും പറഞ്ഞ പോലെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുന്നത് മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ, നേരെ പോയേക്കാം. അപ്പൊ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനം നമ്മൾ ചട്ടി തന്നെയാണ്. അതിന്റെ വേറെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എന്നിട്ട് നമുക്കിനകത്ത് കുറച്ച് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിനകത്ത് ഒരു 10-20 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അപ്പൊ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിനകത്ത് 1 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അല്ല ചതച്ചെടുത്താണ്, അത് ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഒരു തേങ്ങ തിരിങ്ങിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഇനി ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പൊ ഉള്ളിയും ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വന്ന് ഈ സമയത്ത് നമുക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് കട്ടാക്കി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് തിളയ്ക്കുന്ന വരുന്ന വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചെറിയൊരു കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് ഇടുന്ന 2 പച്ചമുളക് നെടുവേ കയറിയതാണ്, ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മൾ മെയിൻ താരമായിട്ടുള്ള ചാളക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ചെറുതും വലുതുമായിട്ട് കുറച്ചുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോൾ കറി വെച്ചാലും കുറച്ച് തോന മീനുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും കൂട്ടാറ്. നമ്മൾ അതേ കണക്കിന് ചെയ്യുന്നത്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ നമ്മളെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തീ നേരെ ലോയിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കടുക് തളിക്കാറുണ്ട്, അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കടുക് കൊടുക്കാം. ഒന്ന് പൊട്ട് നമ്മൾ കുറച്ച് പൊട്ടുമ്പോൾ കുറച്ച് കരിയാപ്പില, ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മെയിൻ സാധനം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് തൊടാതെ തന്നെ വീണ്ടും അടച്ചങ്ങ് വെച്ചേക്കാം. ഒരു കാര്യമുണ്ട്, നമ്മളിത് വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിതാ, നമുക്ക് എണ്ണ എല്ലാം തെളിഞ്ഞ് സെറ്റായി വന്നു. നമുക്കറി നല്ല അടിപൊളി നല്ല വേണം.